എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ FSLC ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികളെ, ഇന്ന് നമ്മൾ ശാസ്ത്രലോകത്തെ ഒരു സൂപ്പർ സ്റ്റാറിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ പേരാണ് ഗലീലിയോ ഗലീലി. നിങ്ങളെ കേട്ടിട്ടുണ്ടോ ഈ പേര്? ടെലിസ്കോപ്പ് കണ്ടുപിടിച്ച ആളാണെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്നാൽ അദ്ദേഹം അതിനും എത്രയോ അപ്പുറത്തായിരുന്നു. ഒരു യഥാർത്ഥ ശാസ്ത്രജ്ഞൻ എങ്ങനെയായിരിക്കണമെന്ന് ലോകത്തെ പഠിപ്പിച്ച ആളാണ് ഗലീലിയോ. അപ്പം നമുക്ക് അദ്ദേഹത്തിന്റെ കഥ കേട്ടാലോ? ഈ കഥ നടക്കുന്നത് ഇന്നേക്ക് ഏകദേശം 400 വർഷങ്ങൾക്ക് മുൻപാണ്. ഇറ്റലിയിൽ ഒരു പൗർണമി രാത്രി 12 വയസ്സുള്ള ഒരു കുട്ടി, നമ്മുടെ കഥാനായകൻ ഗലീലിയോ, ഒരു മല കയറുകയായിരുന്നു. അവൻ മുകളിലേക്ക് നോക്കിയപ്പോൾ ആ പൂർണ്ണചന്ദ്രനും അവന്റെ കൂടെ മല കയറുന്നതുപോലെ തോന്നി. എന്ത് രസാണല്ലേ! നിങ്ങൾക്കും തോന്നിയിട്ടില്ലേ നമ്മൾ നടക്കുമ്പോൾ ചന്ദ്രനും നമ്മുടെ കൂടെ വരുന്നതുപോലെ? ഗലീലിയോയ്ക്ക് ഭയങ്കര രസം തോന്നി. കുറച്ചു കഴിഞ്ഞ് അവൻ മല ഇറങ്ങാൻ തുടങ്ങി. അപ്പോഴും അവൻ ചന്ദ്രനെ നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴോ ചന്ദ്രനും അവന്റെ കൂടെ താഴേക്കിറങ്ങി വരുന്നു. അപ്പോൾ ഗലീലിയോ ചിന്തിച്ചു, ഇതെന്താ കഥ? ഞാൻ കയറുമ്പോൾ ചന്ദ്രനും കയറുന്നു, ഞാൻ ഇറങ്ങുമ്പോൾ ചന്ദ്രനും ഇറങ്ങുന്നു. ഒരുപക്ഷേ ചന്ദ്രൻ അവിടെ തന്നെ അനങ്ങാതെ നിൽക്കുകയായിരിക്കും. എന്റെ കാഴ്ചയുടെ പ്രശ്നമായിരിക്കും ഇത്. പക്ഷെ ഗലീലിയോയുടെ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അവൻ വെറുതെ ഓരോന്ന് ചിന്തിച്ച് വിശ്വസിക്കുന്ന ആളായിരുന്നില്ല. ബിനാ സബൂത് കെ കുച്ച് നഹി സ്വീകാർഥാ ഥാ, അതായത് തെളിവില്ലാതെ അവൻ ഒന്നും അംഗീകരിക്കില്ലായിരുന്നു. ഇതാണ് ഒരു യഥാർത്ഥ ശാസ്ത്രജ്ഞന്റെ ഏറ്റവും വലിയ ഗുണം. സംശയിക്കുക, ചോദ്യം ചെയ്യുക, എന്നിട്ട് ഉത്തരം കണ്ടെത്തുക. അവൻ ഉടൻ തന്നെ ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു. അവൻ അവന്റെ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ടുവന്നു. എന്നിട്ട് കൂട്ടുകാരനോട് മല കയറാൻ പറഞ്ഞു. ഗലീലിയോ അതേസമയം മലയിറങ്ങാനും തുടങ്ങി. എന്നിട്ട് അവരവരുടെ അനുഭവം പങ്കുവച്ചു. കൂട്ടുകാരൻ പറഞ്ഞു, അതേടാ, ഞാൻ കയറുമ്പോൾ ചന്ദ്രനും എന്റെ കൂടെ മുകളിലേക്ക് കയറുന്നുണ്ടായിരുന്നു. എന്നാൽ ഗലീലിയോയ്ക്കോ അവൻ ഇറങ്ങുമ്പോൾ ചന്ദ്രനും കൂടെ ഇറങ്ങുന്നതായാണ് തോന്നിയത്. അപ്പോൾ ഗലീലിയോ ഒരു നിഗമനത്തിലെത്തി. നത്തീജ നിക്കാല. എന്തായിരുന്നു ആ നിഗമനം? ചന്ദ്രൻ ഒരിടത്ത് സ്ഥിരമായി നിൽക്കുകയാണ്. അത് കയറുന്നതും ഇറങ്ങുന്നതുമൊക്കെ ഹമാരി നസ്റോ കാ ധോക്കാ ഹേ, നമ്മുടെ കാഴ്ചയുടെ ഒരു കൺകെട്ട്, ഒരു ഇല്യൂഷൻ മാത്രമാണ്. കണ്ടോ, 12ാമത്തെ വയസ്സിൽ ഒരു ശാസ്ത്രീയ സത്യം പരീക്ഷണത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നു. മിടുക്കൻ അല്ലേ? കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞു. ഗലീലിയോയുടെ അച്ഛൻ അവനെ ഡോക്ടറാക്കാൻ വേണ്ടി പഠിക്കാൻ വിട്ടു. എന്നാൽ ഗലീലിയോയ്ക്ക് ആരാകാനായിരുന്നു ആഗ്രഹം? ഒരു ശാസ്ത്രജ്ഞൻ, വൈജ്ഞാനിക്. അവൻ അച്ഛനറിയാതെ അവന്റെ വിഷയം മാറ്റി സയൻസ് എടുത്തു. അച്ഛൻ ഇതറിഞ്ഞ് അവന് ഒരുപാട് വഴക്കു പറഞ്ഞു. അപ്പോൾ ഗലീലിയോ വളരെ നിഷ്കളങ്കമായി അച്ഛനോട് തിരിച്ചു ചോദിച്ചു, അച്ഛാ, അച്ഛനല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത് സത്യം പറയാനും സത്യത്തിന്റെ കൂടെ നിൽക്കാനും ദൈവത്തെ പോലും പേടിക്കരുതെന്ന്? എനിക്ക് ശാസ്ത്രജ്ഞനാകാനാണ് ആഗ്രഹം. പിന്നെ ഞാൻ എന്തിനാണ് വേറൊന്നു പഠിക്കുന്നത്? അച്ഛൻ ദൈവത്തേക്കാൾ വലിയ ഹോ, എന്തൊരു ചോദ്യമാണല്ലേ! ഈ മറുപടി കേട്ട് അച്ഛന് ദേഷ്യം വന്നില്ല, പകരം സന്തോഷമാണ് വന്നത്. അച്ഛൻ പറഞ്ഞു, മോനെ, ഞാൻ നിന്നിൽ നിന്ന് ഇത് തന്നെയാണ് കേൾക്കാൻ ആഗ്രഹിച്ചത്. ഈ ഒരു മനോഭാവം, ഈ ധൈര്യം നീ ജീവിതത്തിൽ എപ്പോഴും കൂടെ കൊണ്ടു നടക്കണം. എങ്കിലേ നിനക്കൊരു യഥാർത്ഥ ശാസ്ത്രജ്ഞനാകാൻ കഴിയൂ. അച്ഛന്റെ ഈ വാക്കുകൾ ഗലീലിയോ എപ്പോഴും ഓർത്തുവെച്ചു. അന്നത്തെ കാലത്ത് ഇറ്റലിയിൽ മതത്തിനു വലിയ സ്വാധീനമുണ്ടായിരുന്നു. സ്കൂളുകളിൽ പോലും മതപ്രഭാഷണങ്ങൾ കേൾക്കണമായിരുന്നു. അങ്ങനെ ഒരു പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഗലീലിയോയുടെ കണ്ണ് പള്ളിയുടെ മുകളിൽ തൂങ്ങിയാടുന്ന ഒരു വിളക്കിൽപ്പെട്ടത്. ഹിന്ദിയിൽ ഭാനുസ് എന്ന് പറയും. അവൻ ബാക്കിയെല്ലാം മറന്ന് ആ വിളക്കിന്റെ ആട്ടത്തിൽ തന്നെ ശ്രദ്ധിച്ചിരുന്നു. കുറേ നേരം നോക്കിക്കഴിഞ്ഞപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി. ആ വിളക്ക് കുറഞ്ഞ ദൂരത്തിലാടിയാലും കൂടിയ ദൂരത്തിലാടിയാലും ഒരു വശത്തു നിന്ന് മറുവശത്ത് വരെ പോയി തിരിച്ചു വരാനെടുക്കുന്ന സമയം എപ്പോഴും തുല്യമാണ്. ബരാബർ സമയം. ഇതവനെ അത്ഭുതപ്പെടുത്തി. അപ്പോ പള്ളിയിലെ ആ വിളക്കാടുന്നത് നോക്കി ഗലീലിയോ ഒരു കാര്യം കണ്ടെത്തി. അതിന്റെ ആട്ടത്തിന്റെ സമയം എപ്പോഴും ഒന്നാണ്. പക്ഷേ ഈ സമയം എങ്ങനെ കൃത്യമായി അളക്കും? അന്നത്തെ കാലത്ത് ക്ലോക്കൊന്നുമില്ലായിരുന്നു. എന്തു ചെയ്യും? പെട്ടെന്നാണ് അവനൊരു കാര്യം ഓർത്തത്. കുറച്ചു ദിവസം മുൻപ് പനി പിടിച്ചപ്പോ അവന്റെ നബ്സ്, അതായത് പൾസ്, വളരെ വേഗത്തിലിടിക്കുന്നുണ്ടായിരുന്നു. അവൻ ചിന്തിച്ചു, പ്രകൃതിയേക്കാൾ വലിയൊരു എഞ്ചിനീയർ വേറെ ആരുണ്ട്? ഇപ്പോ തന്റെ പനിയൊക്കെ മാറി. അപ്പോ പൾസ് സാധാരണ ഗതിയിലായിരിക്കും ഇടിക്കുന്നത്. അപ്പോ ഈ പൾസ് ഒരു ക്ലോക്കായി ഉപയോഗിച്ചാലോ? അടിപൊളി ഐഡിയല്ലേ? അവനുടൻ തന്നെ തന്റെ പൾസ് ഉപയോഗിച്ച് ആ വിളക്കിന്റെ ആട്ടത്തിന്റെ സമയം അളന്നു നോക്കി. അവൻ ചിന്തിച്ചത് ശരിയായിരുന്നു. അവന്റെ നിഗമനം 100% ശരിയായിരുന്നു. ഈ കണ്ടുപിടുത്തത്തിൽ അവൻ ഒരുപാട് സന്തോഷിച്ചു. അവൻ അവിടെ നിന്നും ഓടിയൊരു കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോയി. അവിടെ നിന്നൊരു ചരടും, അതായത് ഡോറും, പലതരം ലോഹങ്ങൾ കൊണ്ടുള്ള ഗോളങ്ങളും, അതായത് ഗോലയും എടുത്തു. ഇരുമ്പ്, പിച്ചള, ഗ്ലാസ്, അങ്ങനെ പലതും. എന്നിട്ട് അവയെല്ലാം ഉപയോഗിച്ച് അവൻ കുറേ പെൻഡുലങ്ങളുണ്ടാക്കി. എന്നിട്ട് ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്തു. ആ പരീക്ഷണങ്ങളിലൂടെ അവൻ കുറേ കാര്യങ്ങൾ കണ്ടെത്തി. ഒന്നാമതായി
ആ പെൻഡുലത്തിന്റെ ഗോളം ഏത് ലോഹം കൊണ്ടുണ്ടാക്കിയാലും അതിരുമ്പാകട്ടെ പിച്ചളയാകട്ടെ അതിന്റെ ആട്ടത്തിന്റെ സമയത്തെ അത് ബാധിക്കുന്നില്ല. എന്നാൽ ആ ചരടിന്റെ നീളം കൂട്ടിയാൽ ആട്ടത്തിന്റെ സമയം കൂടുന്നു, നീളം കുറച്ചാലോ ആട്ടത്തിന്റെ സമയം കുറയുന്നു. ഒരു ക്ലോക്ക് പോലുമില്ലാതെയാണ് ഗലീലിയോ പെൻഡുലത്തിന്റെ ഈ നിയമങ്ങളെല്ലാം കണ്ടെത്തിയത്. കുട്ടികളെ, ഇന്ന് ലോകത്തുള്ള എല്ലാ പെൻഡുലം ക്ലോക്കുകളും പ്രവർത്തിക്കുന്നത് ഗലീലിയോ അന്ന് കണ്ടെത്തിയ ഈ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നില്ലേ? ഈ പരീക്ഷണങ്ങളിലൂടെ ഗലീലിയോ ഒരു പുതിയ ആശയം മുന്നോട്ടുവച്ചു. വിജ്ഞാൻ കാ മത്ലബ് പ്രയോഗ് ഹെ. ശാസ്ത്രമെന്നാൽ പരീക്ഷണമാണ്. ഒരു കാര്യത്തെക്കുറിച്ച് വെറുതെ പറഞ്ഞിരുന്നാൽ പോരാ, അത് പരീക്ഷിച്ച് തെളിയിക്കണം. അളക്കാനും തൂക്കാനും എണ്ണാനും കഴിയാത്തതൊന്നും ശാസ്ത്രത്തിന്റെ പരിധിയിൽ വരില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഗലീലിയോ ആദ്യമായി ശാസ്ത്രത്തിൽ കണക്കിന്, അതായത് ഗണിതത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകി. അതുകൊണ്ട് ആളുകൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ ഗലീലിയോ ഹിസാബി എന്ന് വിളിക്കാൻ തുടങ്ങി, അതായത് കണക്ക് കൂട്ടുന്ന ഗലീലിയോ. ഗലീലിയോ പിന്നീട് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ആദ്യത്തെ ദൂരദർശിനി അഥവാ ടെലസ്കോപ്പ്. ശാസ്ത്രത്തിൽ പരീക്ഷണങ്ങൾക്കും ഗണിതത്തിനും ശരിയായ സ്ഥാനം നൽകിയതിലൂടെ ഗലീലിയോ തന്നെയാണ് ആധുനിക ശാസ്ത്രത്തിന് അടിത്തറ പാകിയത്. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ ആധുനിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത്. അപ്പോ കുട്ടികളെ, ഗലീലിയോയുടെ കഥയിൽ നിന്ന് നമ്മൾ എന്തു പഠിച്ചു? എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുക, സംശയങ്ങൾ ഉന്നയിക്കുക, ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക, എന്തിനും തെളിവുകൾ ചോദിക്കുക. അതാണ് ഒരു യഥാർത്ഥ വിദ്യാർത്ഥിയുടെ ലക്ഷണം. പിന്നെ നമ്മുടെ ഈ ടോക്ക് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസ്സുകളുള്ളത്. അപ്പോ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 8006066363 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.